ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കര ഇനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ്പ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, K മുരളീധരൻ, ശശി തരൂർ MP, നഗരസഭാ മേയർ VV രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്. ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയിർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കര ഇനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ S അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന UN മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17ാമത് കോപ്പ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ
പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക് തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്ത് ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദേവനിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടി പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5-ന് ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് COP ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.